ഈ ഒരു തല കണ്ടിട്ട് ഞാൻ ചിരിച്ച് ചിരിച്ച് ചത്ത്. ഇനി നിങ്ങളും കൂടെ കുറച്ച് ചിരിക്കേ. അടിപൊളിയല്ലേ? രാവിലെ തുടങ്ങിയതാണ് കേട്ടോ. മുടി വെട്ടണമെന്നും പറഞ്ഞിട്ട് ആദ്യം എന്നോട് വെട്ടി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇതിന് മുന്നേ വെട്ടി കൊടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ഒരു മൂടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വൈകിയ ഞാൻ വെട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കടയിൽ കൊണ്ട് വെട്ടിക്കാം, കാരണം ഇനി അടുത്തത് നമുക്ക് ഫംഗ്ഷനൊക്കെ വരികയാണ്, അതുകൊണ്ട് കടയിൽ കൊണ്ട് വെട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കേൾക്കില്ല. ഇല്ലില്ല, എനിക്ക് സ്വന്തമായിട്ടൊക്കെ വെട്ടാൻ അറിയാം, അവർ ചെയ്യുന്ന പോലെയൊക്കെ എനിക്കും ചെയ്യാൻ അറിയാമെന്നും പറഞ്ഞിട്ട് ഇവിടെ എടുത്ത് ട്രിമ്മർ എടുത്ത് വെച്ച് ഒരു കീച്ചിതേ എനിക്കറിയുള്ളൂ. വെച്ചങ്ങ് കീച്ചി കൊടുത്തിട്ട് രണ്ട് സൈഡിലെ മുടിയില്ല. ഇപ്പം ഋതുവിൻ്റെ തലയും അച്ഛൻ്റെ തലയും ഒരേപോലാണ്. കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആള് പറഞ്ഞു വാ നമുക്ക് ഷോപ്പിൽ പോയി മുടി കട്ട് ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നെയും വിളിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മുടി വെട്ടാൻ പോയ സമയത്ത് ഞാനും ഋതുവും കൂടെ കാറിലിരിക്കുമായിരുന്നു. എന്തുവാ ഇത്? അച്ഛനെ കണ്ടോക്കളെ, ഇതാണ് മോൻ്റെ അച്ഛ. മുടി വെട്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ മോൾക്ക് തിരിച്ചറിയത്തില്ല. കുറേ നേരം മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ മൂന്നാം കുറ്റിയിലോട്ട് പോവുകയാണ്. അക്ഷയയിലൊന്ന് പോകണം. വരുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഓരോരുത്തർ കുത്തി തിരികെ കയറ്റിക്കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ അവരെയും തെറി വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടേ ഹോസ്പിറ്റലിൽ ആരെങ്കിലും പോയാലും മതിയെന്ന്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് പോകുക കേട്ടോ. ഇന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെയാണ് എഴുന്നേറ്റത്. പിന്നെ രാവിലെ തൊട്ട് ഈ മനുഷ്യൻ മുടി വെട്ടി നശിപ്പിച്ച് വെച്ചത് കൊണ്ട് ഒന്നും വെക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. നമ്മളിന്ന് പിന്നെ ഫുഡൊന്നും വെച്ചില്ല, പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ നിലവറയിലോട്ടാട്ടോ വന്നത്. അവിടെ വന്നിട്ട് കയറുന്നതിന് മുന്നായിട്ട് മോൾക്ക് ഫീഡ് ചെയ്തിട്ടാണ് കയറുന്നത്. എവിടെ പോയാലും ഞാൻ അങ്ങനെ ആട്ടോ ചെയ്യാറുള്ളത്. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മെയിനായിട്ടും ഫീഡ് ചെയ്തിട്ട് കയറിയില്ലെങ്കിൽ ഇവർ ബഹളം വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഋതുവിന് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് മോള് ഉണർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ അവൾ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഇനി തട്ടി ദേഹത്തൊക്കെ ആക്കുമോ എന്നൊക്കെ. പക്ഷെ ആൾ ഭയങ്കര സൈലൻ്റായിട്ട് ഇങ്ങനെ മുഖത്തോട്ട് നോക്കി നമ്മൾ ഫുഡ് കഴിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. കയ്യിൽ ആൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ടിഷ്യൂ പേപ്പർ ഞാൻ ആ കുഞ്ഞിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഞാൻ ഇടും കേട്ടോ. അതായത് ചോറ് കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വീഴാതിരിക്കും, അതായത് നമ്മൾ എന്ത് കഴിച്ചാലും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നെയ്ച്ചോറും പള്ളിക്കറി ആട്ടോ കഴിച്ചത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബീഫ് കറിയും ഇതും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ബീഫ് കറിയാണ് കൂടുതൽ ഇഷ്ടം. പള്ളിക്കറിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കൊന്ന് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് തോന്നുന്നത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ കുറച്ച് പള്ളിക്കറി ലാസ്റ്റ് ബാലൻസ് വന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു പഴംപൊരി വാങ്ങിച്ചു, അതായത് നമ്മുടെ ഏത്തയ്ക്കപ്പം. ആദ്യമായിട്ടാണ് ആ ഒരു കോമ്പിനേഷനിൽ കഴിക്കുന്നത് കേട്ടോ. പക്ഷെ സംഭവം കൊള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതാ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് നേരെ ബീച്ചിലോട്ട് പോയി. ആദ്യമായിട്ട് കുഞ്ഞുമായിട്ട് ഞാൻ കൊല്ലം ബീച്ചിൽ വരുന്നത് കേട്ടോ. അതായത് പ്രഗ്നൻസിക്ക് മുന്നേ വന്നിട്ട് പോയിട്ടേ ഉള്ളൂ. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കിവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ വന്നതേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു. ട്രാവലിംഗ് ഒന്നും ഞാൻ അധികം ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ ഇവിടെ വന്ന് മോൾക്ക് ഫീഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങിയത്. അതാകുമ്പോൾ അവൾ കരയാതെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കുറേ കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പട്ടം പറത്തിയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് മോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മോളും കുറേ കാഴ്ചകളൊക്കെ കണ്ട് അവൾ ഇങ്ങനെ ഒരു ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതാ ഇവിടെ ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. ഇത് ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കൊല്ലത്ത് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വന്ന് കഴിക്കാനുള്ള യോഗം ഉണ്ടായില്ല. അതുകൊണ്ട് ഇപ്പം വന്നപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു ബീച്ചിൽ പോവുകയാണെങ്കിൽ എനിക്കത് വാങ്ങിച്ച് തരണമെന്ന്. അങ്ങനെ ഇതാ നമ്മൾ അതിലൊരെണ്ണം വാങ്ങിച്ചു. ഇതായിരുന്നു ബട്ടർ ഗുൽക്കണ്ട്, അങ്ങനെ ആ തോന്നിൻ്റെ പേര്. അങ്ങനെ അത് വാങ്ങിച്ച് ഇത് ഫുള്ള് മിക്സ് ചെയ്തിട്ട് വേണ്ടിട്ട് കഴിക്കാൻ. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു റെഡിഷ് കളർ പോലത്തെ ഒരു സംഭവം ഒഴിക്കുന്നുണ്ട്. ആ ഒഴിക്കുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു മറ്റേ റോജാപ്പാക്കിൻ്റെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ തോന്നി കേട്ടോ ആ ഒരു സാധനത്തിന്. പക്ഷെ കൊള്ളാം, പക്ഷെ നല്ല മധുരമുണ്ട്. എനിക്ക് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ തലയ്ക്ക് മത്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പം ഈ പ്രഗ്നൻസിക്ക് ശേഷം ഷുഗർ അധികം കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് നമ്മൾക്ക് കുറച്ച് മധുരമുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ എനിക്ക് തല കറങ്ങാനൊക്കെ തുടങ്ങും. അതുകൊണ്ട് ആഗ്രഹത്തിന് കൊതിക്ക് കുറച്ച് കഴിക്കാറേ ഉള്ളൂ കേട്ടോ ഞാൻ. അങ്ങനെ അത് കഴിച്ചപ്പോഴത്തേക്ക് വെള്ളം കുടിക്കണം പോലെ തോന്നി. അങ്ങനെ ഒരു കുപ്പി വെള്ളം മേടിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ പൈനാപ്പിളൊക്കെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ അതിൽ നിന്ന് ഓരോ പീസ് മേടിച്ചു. പിന്നെ പുളിമുട്ടായി മൈ ഫേവറേറ്റ്, അത് കണ്ടപ്പോൾ എനിക്ക് പഴയ
ഓർമ്മകളൊക്കെ വന്നു. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ അകത്താക്കി. അത് കഴിഞ്ഞ് അവിടുന്ന് പതിയെ തിരിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നില്ല, അതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ, കത്തി ജ്വലിച്ച്. അങ്ങനെ വരുന്ന വഴിക്ക് പൈനാപ്പിൾ ഇങ്ങനെ കൂട്ടത്തോടെ വെച്ചേക്കുന്നത് കണ്ടു. അങ്ങനെ അതിൽ നിന്ന് ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 5 100 4 3 ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വലിപ്പത്തിനനുസരിച്ച് കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഒരു കൂട്ടം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. അയ്യോ, അതിന് മുന്നേ ഞങ്ങൾ വേറെ 1-2 സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മോളെ കൊണ്ടുവന്ന് കിടത്തി. അവൾ നല്ല ഉറക്കമാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാറിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ടോപ്പിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. ലിങ്ക് ബയോയിൽ ചെക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റയിലും യൂട്യൂബിൻ്റെയും അതിനകത്ത് നോക്കുമ്പോൾ കിട്ടും കേട്ടോ. അടിപൊളി ടോപ്പാണ്, പ്യുവർ കോട്ടൺ കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. കളറൊന്നും അങ്ങനെ പോയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ 2-3 വട്ടം വാഷ് ചെയ്തിട്ടിട്ടാണ്. പിന്നെ ഇതാ പൈനാപ്പിൾ ഞാൻ വാങ്ങിച്ചെങ്കിലും ഞാൻ കണ്ടില്ല സംഭവം എടുത്ത് വെച്ചത്. ആ ചേട്ടനോട് പറഞ്ഞു നല്ലതൊക്കെ എടുത്ത് വെക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ലതൊക്കെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വന്നത് പഴുത്തത് തന്നെ ആണോ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയാണ്. പക്ഷെ പഴുത്തത് തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്തൊക്കെ വാരി. നമ്മൾ പോകുന്നതിന് മുന്നേ തൂത്തൊന്നും ഉണ്ടായിരുന്നില്ല, വന്നപ്പോൾ തന്നെ ലേറ്റ് ആയല്ലോ. അങ്ങനെ പിന്നെ വന്നിട്ട് തൂത്തൊക്കെ വാരിയിട്ട് നേരെ അപ്പുറത്തെ കടയിൽ, നമ്മുടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട് കേട്ടോ, അവിടെ പോയി ഒരു പാലും 2 കവർ പാലും 1 കവർ മാവും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഈ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കുറേ വെട്ട് സാധനങ്ങൾ കാണും. ഒരു അവിയലും ഒരു സാമ്പാറിനും വെക്കാനുള്ളതൊക്കെ കാണത്തുള്ളൂ. അതും ചെറിയൊരു സാമ്പാറും അവിയലും, അത് കൂടുതലായിട്ടൊന്നും കാണത്തില്ല. അത് 2-3 ദിവസം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അഴുകി ചീത്തയായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പിന്നെ സാമ്പാർ വെക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് വെട്ടിയ സാധനങ്ങളെല്ലാം കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ സാമ്പാറിന് വേണ്ടി എടുക്കുന്നുണ്ട്. ഇനി ഒരു അവിയലിനും കൂടെ വെക്കാനും കൂടെ ഉള്ളതേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം ഒന്ന് ചെത്തി ഒന്ന് കഴുകി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെക്കുന്നത് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് കുക്കറിനകത്തിട്ടിട്ട് അടി അടിച്ചിട്ട് പിന്നെ പൊടികളെല്ലാം മൂപ്പിച്ചിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാറാണ് കേട്ടോ പതിവ്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്കൊക്കെ സെപ്പറേറ്റ് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് 2 രീതിയിലേക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ചിലപ്പോൾ അതിന് ടേസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കാം. പക്ഷെ ഞാനിങ്ങനെ വെക്കുന്ന പോലെ വെച്ചാലും സംഭവം കീടു ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെക്കുന്ന സാമ്പാർ. ഞാൻ പുകഴ്ത്തി പറയല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സാമ്പാർ പരിപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇടും കേട്ടോ. അത് കൂടുതലായിട്ട് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വാരിക്കൂരി ഇടണ്ട, കുറച്ചിട്ടാൽ മതി. അങ്ങനെ അതൊന്ന് കഴുകി എടുത്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളും കൂടെ അതിനകത്ത് ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല മണവും ടേസ്റ്റുമാണ്. അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത്. അത് അവിടെ വേവുന്ന സമയം കൊണ്ട് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മൊസമ്പി ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പേരയ്ക്ക വാങ്ങിച്ചപ്പോൾ ഒരെണ്ണം ചീത്തയായി പോയി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് നമ്മളിന്ന് പച്ചക്കറി വാങ്ങിച്ചത്. അപ്പോൾ അവരോട് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വീഡിയോ ഞാൻ കാണിച്ചത് കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് നശിച്ച സാധനമല്ലേ എനിക്ക് തന്നേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ മൊസമ്പി എടുത്ത് തന്നെയാട്ടോ. മോൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ മോൾ ഇതൊക്കെ കഴിക്കാറായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളങ്ങ് കഴിച്ചോളാം. അങ്ങനെ പിന്നെ നമുക്കിടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മാവ് പെട്ടെന്നൊന്ന് കലക്കി എടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലി ആയിട്ടുണ്ട്. നമുക്ക് ഒറ്റ ട്രിപ്പ് വെച്ചാൽ മതിയല്ലോ, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ സാമ്പാറിനുള്ളതാണ് കേട്ടോ. ഞാനൊന്ന് കടു പൊട്ടിക്കുന്നുണ്ട്. അതിനകത്ത് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ പൊടിയുള്ളവർക്ക് ഉലുവ പൊടി ഇട്ടാൽ മതി. പക്ഷെ ഞാൻ ഉലുവ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കടു വറുത്തപ്പം തന്നെ ഉലുവ കുറച്ച് പച്ച ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആ സമയത്ത് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് എടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കഷ്ണങ്ങളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. സാമ്പാർ പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. സാമ്പാർ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് പറയണം കേട്ടോ. അതോ സാമ്പാർ പൊടി വെച്ചിട്ടാണോ ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾക്ക് സാമ്പാർ പൊടിയുടെ ഒന്നും ഒരാവശ്യമില്ല. അങ്ങനത്തെ സാമ്പാറും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലി ഒരു പാത്രത്തിലോട്ട് മരുന്നും അടിപൊളി മാവാട്ടോ അവിടെ നിന്ന് മേടിക്കുന്നത്. വീട്ടിലെങ്ങാണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്ന ആട്ടോ. സംഭവം അടിപൊളിയാണ്. നല്ല പൊങ്ങിയിരിക്കും. നല്ല കട്ടി മാവാണ്. നമ്മൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. ഭയങ്കര സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ് കേട്ടോ മാവ്. ഇവിടെ ആണെങ്കിൽ കുഞ്ഞിന് ഇഡ്ഡലി ഇഷ്ടമല്ലെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി സാമ്പാറും.
ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വയറ് നിറയുന്ന വരെ കഴിക്കും. അങ്ങനെ വയറ് നിറയുന്ന വരെ കഴിച്ചു. പക്ഷെ സാമ്പാർ അടിപൊളിയാണെങ്കിൽ കുഞ്ഞൻ കഴിക്കും കേട്ടോ. ചോദിച്ച് മേടിച്ച് കഴിക്കും. അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കഴിച്ചതിന് ശേഷം എന്താ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. ഞാൻ കൈയോടെ എപ്പോഴും കഴുകി വെക്കുന്നതാണ്. പക്ഷേ മോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയൊക്കെ ചെയ്യുമ്പോൾ അവളെടുത്തോട്ട് പോകും. അതുകൊണ്ട് പിന്നെ പാത്രങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കഴുകാമെന്ന് കരുതി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പിന്നെയും കൈ കഴുകാൻ പോകണം. അതുകൊണ്ട് ഞാൻ പിന്നെ ലാസ്റ്റ് പിന്നെ എല്ലാം കൂടെ കഴുകി വെച്ചു. പിന്നെ അവിടേക്കൊന്ന് കഴുകി ഒന്ന് തുഴച്ചു. ഇനി പോയി കുളിക്കണം. അത് കഴിഞ്ഞിട്ടാണ് കിടക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്രത്യേകമുള്ളൂ. ടാറ്റ, സീ യു.